ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തി ബാക്കിയായിട്ടുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ്. ചപ്പാത്തി ബാക്കിയാവണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ മടി തോന്നുമ്പോഴും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ആദ്യം അതിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിലൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തിരിച്ചു വെച്ചിട്ട് വിലങ്ങനെയും ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസായിട്ട് മുറിച്ചിട്ടെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചേർക്കാത്തത്. താല്പര്യമുള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും കൂടി ചെറുതായിട്ടൊന്ന് വാടി വന്ന ശേഷം ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് വേവാനായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ചിക്കിയെടുക്കാം. വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ നന്നായി ചിക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാലയും വെജിറ്റബിൾസും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കറി ഉണ്ടാക്കാനൊക്കെ മടി തോന്നുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊത്തു ചപ്പാത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം ഇൻഷാ അല്ലാ.